നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പിലെ മെസ്സേജുകൾ വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമുക്ക് വാട്സപ്പിലേക്ക് പോകാതെ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ എത്ര വലിയ മെസ്സേജ് ആണെങ്കിൽ നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ വായിച്ചെടുക്കുമ്പോൾ തന്നെ അത് അയച്ച വ്യക്തിക്ക് നിങ്ങൾ വായിച്ചു എന്ന് മനസ്സിലാവുകയുമില്ല. അത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ നമ്മുടെ മൊബൈൽ അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വളരെ സിമ്പിളായ കാര്യമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ഒന്ന് വിരൽ വെച്ചുകൊണ്ട് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ഫ്രീ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്ത് വാൾപേപ്പർ, വിഡ്ജറ്റ്, സെറ്റിങ്സ് എന്നുള്ള 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ വിഡ്ജറ്റ്സ് എന്ന ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇതുപോലെ വിഡ്ജറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ചില മൊബൈൽ ഫോണിൽ താഴോട്ടായിരിക്കും, ചില മൊബൈൽ ഫോണിൽ ഇടത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്യുകയായിരിക്കും. ഇവിടെ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വാട്സപ്പ് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ എൻ്റെ വാട്സപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു വാട്സപ്പ് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക, നമ്മുടെ മൊബൈലിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കുക. കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഒന്ന് ലോക്ക് ഓൺ ചെയ്യാൻ ആവശ്യപ്പെടും. ജസ്റ്റ് ഒന്ന് ലോക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കാണുന്നത് എൻ്റെ മൊബൈൽ ഹോം സ്ക്രീൻ ഇതാണ്. നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് വരുമ്പോൾ അവസാന ഭാഗത്താണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയ സ്ഥലമുണ്ടെങ്കിൽ അവിടെ വെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹോം സ്ക്രീനിൻ്റെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇപ്പോൾ ഞാനിതാ എൻ്റെ മൊബൈൽ ഈ ഒരു ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വലിപ്പം കൂട്ടുന്നതിന് വേണ്ടി എനിക്ക് ആ ഒരു ഭാഗത്ത് ആ ഒരു സ്ക്രീനിൽ വാട്സപ്പിൻ്റെ ആ സ്ക്രീനിൽ ലോങ് പ്രസ് പിടിക്കുക. അപ്പോൾ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരും. ഇവിടെ ഈ ഭാഗം ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും ഒന്ന് അത് നീട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ലോങ് പ്രസ് പിടിച്ചിട്ട് ഇത് കുറച്ച് വലുതാക്കിയാണ്. അപ്പോൾ അത്യാവശ്യം വലുതാക്കിയിരിക്കണം എൻ്റെ സ്ക്രീനിൽ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ വന്നിരിക്കുന്ന എല്ലാ മെസ്സേജുകളും കാണാൻ സാധിക്കും. ഇത് ഇവിടെ വെച്ച് വായിച്ചെടുക്കാൻ സാധിക്കും. എത്ര വലിയ മെസ്സേജ് ആണെങ്കിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇത് വായിച്ചെടുക്കുമ്പോൾ അത് അയച്ച വ്യക്തിക്ക് നിങ്ങൾ കണ്ടു എന്ന് അറിയാൻ സാധിക്കുകയുമില്ല. പക്ഷേ നിങ്ങൾ റീപ്ലൈ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ വ്യക്തി കണ്ടു എന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. പക്ഷേ ഇവിടെ വായിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ ഈസി ആയിട്ട് എത്ര വലിയ മെസ്സേജ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും. വായിച്ചെടുക്കുന്ന സമയത്ത് അയച്ച വ്യക്തിക്ക് അത് നിങ്ങൾ വായിച്ചു എന്ന് മനസ്സിലാക്കുകയുമില്ല. പക്ഷേ ഇവിടെ ഫോട്ടോസും വോയിസും നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് തന്നെ പോകണം. നിങ്ങൾ ഏത് വ്യക്തിയാണോ ഫോട്ടോ അയച്ചെങ്കിൽ ആ വ്യക്തിയിലൊന്ന് പ്രസ് ചെയ്താൽ മതി. നേരെ ആ വ്യക്തിയുടെ വാട്സപ്പിലേക്ക് പോകും. അവിടെ നിന്ന് ആ ഫോട്ടോകൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. വീണ്ടും നിങ്ങൾ ആ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് വാട്സപ്പിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചർ. പെട്ടെന്നൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് ഇവിടെ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും. ആവശ്യമാണെങ്കിൽ ആ മെസ്സേജിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ റീപ്ലൈ കൊടുക്കാൻ സാധിക്കും വാട്സപ്പിൽ ചെന്ന്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ മെസ്സേജ് ഒന്ന് വായിച്ചെടുത്ത് പിന്നീട് റീപ്ലൈ കൊടുക്കാനാണെങ്കിൽ അതവിടെ ഫ്രീ ആക്കി ഇടാവുന്നതാണ്. ഇനി ഇത് ഡിലീറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും? ഇപ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിലോട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആ മെസ്സേജ് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്, വളരെ യൂസ്ഫുൾ ആയ ഒരു ടിപ്സാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.